ഇന്ത്യ റഷ്യ റിലേഷൻഷിപ്പ് വളരെയേറെ പ്രത്യേകതകളിൽ കൂടി കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിച്ചിരിക്കുന്നത്. റഷ്യ നമ്മുടെ സുഹൃത്താണ്, അതോടൊപ്പം നമ്മുടെ ശത്രുക്കളുടെയും സുഹൃത്താണ്. അതായത് ചൈനയ്ക്ക് S-400 എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം അവർ നൽകുന്നുണ്ട്, തുർക്കിക്ക് നൽകുന്നത്. ഇപ്പം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തുർക്കി നമ്മുടെ ഒരു നമ്പർ 1 ശത്രുവായിട്ട് വന്നു. ഈ തുർക്കി ഒരു നാറ്റോ സഖ്യകക്ഷിയാണെങ്കിൽ പോലും പലപ്പോഴും റഷ്യയുമായിട്ട് ആയുധ വ്യാപാരം നടത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവരിപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് റഷ്യയോട് ആവശ്യപ്പെട്ടു, പിന്നെ ഇവിടുത്തെ നമുക്ക് ബ്രഹ്മോസിൻ്റെ തുല്യമായിട്ടുള്ള റഷ്യൻ സാങ്കേതികവിദ്യ അവർക്കും നൽകണമെന്നൊക്കെ തുർക്കി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കൊടുക്കുകയല്ലെന്ന് റഷ്യ പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ റഷ്യയെ ഒരു പരിധി കൂടുതലൊന്നും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നതിലൊന്നും അർത്ഥമൊന്നുമില്ല. അതുപോലെ തന്നെ അമേരിക്കൻ സഹായം നമ്മൾ സാമ്പത്തിക രംഗത്ത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാലഘട്ടത്തിൽ തന്നെയാണ് ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സഹായമെല്ലാം സാമ്പത്തിക രംഗത്തുള്ള അമേരിക്കയും അതുപോലെ യൂറോപ്പുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള സാമ്പത്തിക കരാറുകളിൽ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. റഷ്യ നമുക്ക് അത്യാവശ്യം എണ്ണ വാങ്ങാമെന്നുള്ളതല്ലാതെ കൊണ്ട് മറ്റ് കാര്യങ്ങളിൽ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ അങ്ങോട്ട് കയറ്റി അയക്കുവാനായിട്ട് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു രാജ്യമൊന്നുമല്ല. അതുപോലെ തന്നെ റഷ്യയിൽ നിന്ന് കിട്ടുന്ന ആയുധങ്ങൾ നമുക്ക് അത്യാവശ്യമുള്ള സമയത്ത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കാൻ തയ്യാറാകും. നമ്മളങ്ങനെ ആയുധങ്ങൾ വാങ്ങിക്കുമ്പോൾ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. ഒന്ന് അതിൻ്റെ ഗുണനിലവാരം, മറ്റ് അതിൻ്റെ വില. ഈ 2 ഐറ്റം സാധനങ്ങൾ സാഹചര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്കൊരു ആയുധ ഡീലിംഗ് നടത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് ഫ്രാൻസിൽ നിന്ന് റഫേൽ യുദ്ധവിമാനങ്ങൾ കിട്ടുമ്പോൾ അതിൻ്റെ അകത്ത് കുറേയൊക്കെ നമ്മുടെ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന ചില കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തുള്ളത് കൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ടും ഫ്രാൻസിൽ നിന്ന് മുന്നേ റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങിക്കുന്നത്. അതുപോലെ ജർമ്മനിയുമായിട്ട് അന്തർവാഹിനി നിർമ്മിക്കുന്ന കരാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും യോജിക്കുന്ന ഡീലിങ്സ് നൽകുന്ന ആരാണോ അവരുമായിട്ട് നമ്മൾ കരാറിൽ ഏർപ്പെടുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ അടിമയായിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നമുക്ക് ആവശ്യമുള്ള ഡിഫൻസ് സെക്ടറിൽ ഏതായാലും ഒരു 10-20 വർഷവും കൂടി നമ്മൾ സ്വയം പര്യാപ്തിയാകാനായിട്ട് എടുക്കും എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ കാലഘട്ടം വരെയെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ആയുധങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കണം. റഷ്യയിൽ നിന്നും ആയുധങ്ങൾ കിട്ടുമെങ്കിൽ അത് നല്ല ആയുധങ്ങളാണെങ്കിൽ നമുക്ക് വാങ്ങിക്കുന്നതിന് യാതൊരു മടിയില്ല. അതുപോലെ അമേരിക്കയിൽ നിന്ന് നമുക്ക് ആയുധങ്ങൾ മേടിക്കാം. പക്ഷേ അമേരിക്കൻ ആയുധങ്ങളിൽ ഒരിക്കലും നമുക്ക് വില കുറച്ച് കിട്ടുകയില്ല. നല്ല വിലയിൽ മാത്രമേ അവർ ആയുധങ്ങൾ പർച്ചേസ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് അവിടുന്ന് മറ്റ് ചെറിയ എക്യുപ്മെൻറ്റ്സുകളൊക്കെ നമുക്ക് അവിടുന്ന് വാങ്ങിക്കാം. യുദ്ധവിമാനങ്ങൾ പോലെയുള്ള അല്ലാത്ത ചെറിയ ഹെലികോപ്റ്ററുകൾ, ടാങ്ക്, അതുപോലെ തോക്കുകളൊക്കെ മേടിക്കാനായിട്ട് അമേരിക്കൻ സാധിക്കും.